നമസ്കാരം. ബലാത്സംഗ കേസിൽ പ്രതിയായ യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് വിധി ദിനം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധിയുണ്ടാകും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പ്രോസിക്യൂഷൻ ഇന്ന് ഹാജരാക്കുന്ന പുതിയ തെളിവ് പരിശോധിച്ച് വാദം കേട്ടാകും വിധി. ഇന്നലെ വിശദമായി വാദം കേട്ട കോടതി പ്രോസിക്യൂഷനോട് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഈ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇന്നലെ 1.5 മണിക്കൂറോളമാണ് പ്രതിഭാഗവും പ്രോസിക്യൂഷനും കോടതിയിലെ അടച്ചിട്ട മുറിയിൽ വാദം നടത്തിയത്. യുവതിയെ നിരന്തരം പീഡിപ്പിച്ചുവെന്നും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ പരാതിക്ക് പിന്നിൽ CPM BJP രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് രാഹുലിന്റെ മറുവാദം. തന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടതിലും ഗൂഢാലോചന ഉണ്ട് എന്നും യുവതിയുടെ സമ്മതത്തോടെയാണ് ഗർഭചിത്രം നടന്നത് എന്നുമായിരുന്നു രാഹുലിന്റെ വാദം. വാദപ്രതിവാദങ്ങൾ കേട്ട കോടതി പ്രോസിക്യൂഷനോട് കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. മറ്റ് തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷനും വാദിച്ചു. നിലവിൽ 8 ദിവസമായി രാഹുൽ ഒളിവിൽ തുടരുകയാണ്. ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും ഇക്കാര്യത്തിൽ കോടതി തീർപ്പ് പറഞ്ഞില്ല. ഇന്ന് കേസിൽ വിധി വരുമ്പോൾ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയും തീരുമാനമാകും. AICC അധ്യക്ഷനടക്കം പുതിയ പരാതി ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശവുമുണ്ട്. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ രാഹുലിനെ കോൺഗ്രസും കൈവിടും. മറ്റൊരു ബലാത്സംഗ കേസ് കൂടി എത്തിയതോടെ ഇനിയും രാഹുലിനെ സംരക്ഷിക്കുക അസാധ്യമാണെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്ക് എന്തായാലും ധാരണയായിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കൂടിയാലോചന നടത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, K മുരളീധരൻ, MM ഹസൻ എന്നിവരോടെല്ലാം അഭിപ്രായവും തേടി. പുറത്താക്കണമെന്നാണ് നേതാക്കൾ അറിയിച്ചത്. ഇതനുസരിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ വേണുഗോപാൽ അറിയിക്കുകയും ചെയ്തു. ബുധനാഴ്ച രാവിലെ സണ്ണി ജോസഫ് നേതാക്കളുമായി കൂടിയാലോചന നടത്തി. രാഹുൽ ചെയ്തതിന്റെ പാപഭാരം പേറുകയും പഴി കേൾക്കുകയും ചെയ്യേണ്ട ആവശ്യം കോൺഗ്രസിന് ഇല്ലെന്ന അഭിപ്രായമാണ് എല്ലാ നേതാക്കളും പങ്കുവച്ചത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയാൽ ഉടനെ നടപടി പ്രഖ്യാപിക്കും. ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം വരും വരെ കാത്തിരിക്കണോ എന്ന കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും രാഹുലിനെതിരെ കർശന നടപടി വേണമെന്ന നിലപാടിലാണ്. രാഹുലിനെതിരെയുള്ള ആരോപണത്തിന്റെ പേരിൽ പാർട്ടി ചോദ്യങ്ങൾ നേരിടുന്ന സ്ഥിതി ഉണ്ടാകരുതെന്ന അഭിപ്രായം അവർ സണ്ണി ജോസഫിനെ അറിയിച്ചിട്ടുണ്ട്. ജാമ്യാപേക്ഷ കോടതി തള്ളിയാൽ കുറ്റം പ്രഥമ ദൃഷ്ട്യാ കോടതി അംഗീകരിക്കുന്നതിനും തുല്യമാണ്. അത് സംഘടനാ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിലും ഉചിതമായ ഒരു സാഹചര്യമാണെന്ന അഭിപ്രായം എല്ലാവരും അംഗീകരിക്കുകയാണ് ചെയ്തത്. ആരോപണം വന്നപ്പോൾ പാർട്ടി അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തതാണ്. KPCCക്ക് ലഭിച്ച പരാതി ഉടനടി പോലീസിന് കൈമാറിയത് കോൺഗ്രസ് രാഹുലിനൊപ്പം ഇല്ലെന്ന് ഉറപ്പിക്കുന്ന നടപടിയായി. പുറത്താക്കുന്നതോടെ അത് പൂർത്തിയാകുമെന്നാണ് നേതാക്കൾ അറിയിച്ചത്. രാഹുലിനെതിരായ കൂടുതൽ നടപടി പാർട്ടി ആലോചിച്ച ശേഷം ഉചിതമായ സമയത്ത് തീരുമാനിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുമളിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്.